ഫ്യൂച്ചർ പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നീ ആദ്യം പറ. എന്റെ അപ്പൂപ്പനെ പോലെ വലിയൊരു ഗുണ്ടാവണം മിസ്. നിന്റെ പേരൻസിന് സൂപ്പർ ആയിരിക്കും. ഇരിക്കേ. നെക്സ്റ്റ്, ക്ലിങ്. Are you married, Malati? Naughty boy. Okay, tell me, what's your future plan? Kapal Karatau is my future plan. It's gonna be very hard, but you gonna do it. Sit. വാസുദേവൻ. അന്യായം കണ്ട പ്രതികരിക്കുന്ന, പാവം ജനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന, കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന പോലെ ഒരു പൊതുപ്രവർത്തകനാണ് മിസ്. Calm down. Okay. Next. ഗോവർദ്ധൻ. ഇവിടെയുള്ള എല്ലാവരും എന്നെ പോലെ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം മിസ്. ഒരു റോൾ മോഡൽ ആവണം മിസ്. ഗോവർദ്ധൻ. ഇതല്ല ഇവിടെ ഇല്ല. ഇത് റെഡ് ലൈറ്റ് ഏരിയയിൽ ഗുണ്ട ബൾബോ ആളെ കാണാനില്ലല്ലോ. അമിതാഭ് നമ്മളെ പിന്നെ പറ്റിച്ച് കാലേ. കൊല്ലാൻ പറ്റിയില്ല. കാലേ, അത് ഉണ്ടായതെല്ലാം നിങ്ങൾ തട്ടിയെടുത്തില്ലേ? പിന്നെ നീ എന്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കുന്നേ? നീ പറഞ്ഞ ശരി തന്നെയാ. അവനെ 2 വർഷമായിട്ട് അന്വേഷിച്ച് എന്തിനാ കൊല്ലേണ്ടത് ഞാൻ മറന്നുപോയി. ഏടാവേ, അവനെ എന്തിനാണ് നമ്മൾ കൊല്ലാൻ പോകുന്നത്? പിന്നെ അല്ലാണ്ട് കേട്ടോ, വെറുതെ അങ്ങ് എഴുതി തന്നേക്കുമായിരുന്നു അവൻ. അതെ, ചുമ്മാതെ എഴുതി കൊടുത്തേ. അതുകൊണ്ടാണ് ഞാൻ അവൻ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് ഡേ നൈറ്റ് ഡ്യൂട്ടി നോക്കുന്നത്. മാഡം, ഞാൻ അതല്ല പറഞ്ഞേ. ഒരിക്കലും നന്നാവില്ല എന്നുള്ള ശാപമല്ലേ എഴുതി കൊടുത്തേ. ഞാൻ അതിനെ കുറിച്ചാ പറഞ്ഞേ. ബോസ്, ഓൾറെഡി നിങ്ങക്ക് മൊത്തം പ്രശ്നമാണ്. അവൻ ശവിച്ചതിന് ശേഷം നശിച്ചല്ലേ പോയത്. അതുകൊണ്ടാ കൊല്ലാൻ നോക്കി നടക്കുന്നത്. അത് കേട്ടില്ലേ? എടാ, വണ്ടി എടുക്ക്. ശരിയാട്ടോ. നമ്മളെ പോലത്തെ നല്ല മനുഷ്യരെ ദൈവം കഷ്ടപ്പെടുത്തുള്ളൂ. കൈ വിടറാ, ഞാൻ തന്നെ വരാം. എന്നാ മടിയിലേക്ക്. വാസു, ഇടത് കാലം വെച്ചിറങ്ങ. ഇതാണ് നമ്മുടെ ഏരിയ. ഞാനെന്താ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ ഓട്ടോ എടുത്തോണ്ട് പോയെ? ചേട്ടന്റെ മോൻ വന്നു, അതുകൊണ്ടാ പെട്ടെന്ന് പോയെ. എന്റെ ഓട്ടോ എടുത്തോണ്ടാണോ പോകുന്നത്? നിന്നെ കട ഞാൻ കത്തിച്ചാളും പറഞ്ഞേക്കാം. ഇതൊന്ന് കട കത്തിക്കുന്നു. നിന്നെ കത്തിച്ചോളാം ഞാൻ. അവൻ കട കത്തിക്കുമെന്ന്. എന്റെ മൊബൈൽ ഷോപ്പാണ് വെച്ചിരിക്കുന്നത്. അങ്ങനൊന്നും പറയരുത്, അത് കൊക്കൈൻ കടയാ. മൊബൈൽ കടയെങ്ങാനും നടത്തിയിരുന്നെങ്കിൽ രാത്രി പോലീസുകാരെ വന്ന് പിന്നെ ലാത്തിയായിട്ട് കൊന്നു കളഞ്ഞാനെ. ഇതാ നോക്കേ, ഇതാണ് റിസ്ക് ഇല്ലാത്ത പണി. ഇത് കൊക്കൈൻ ഹബ്ബ്. അല്ല, എന്താ ഇത്? ഇട പെട്ടെന്ന് എടുക്കടാ. ഒന്ന് വേഗം എടുക്ക്. ഈ റോക്കി ആയിരിക്കും സിബ് തുറന്നിട്ട് പോയത്. അതൊക്കെ വിട്. എന്തോടെ ഇത്? മഹാഭാരതം, ബൈബിള്, ഖുറാൻ, ഇതൊക്കെ നല്ല പിള്ളേർ വായിക്കുന്ന ബുക്കാണല്ലോ. ഇവൻ ഇവിടെ നിന്ന് നമ്മുടെ പണി പാടും. വീടാർക്ക് വേണ്ടിയാ? ചെക്കൻ എങ്ങനെ? അടി ഇടി വെട്ടുകുത്ത് മരുന്നടി ഇതൊക്കെ ഉണ്ടോ? കാണാൻ നല്ലവനെ പോലെ ഉണ്ടല്ലോ. എന്താ പോലീസിനെ വിളിക്കട്ടെ? മാമ, ആ ഇവിടെ ഒരുത്തം പോലും എനിക്ക് വീട് തരത്തില്ലല്ലേ? ആ എങ്ങനെ തരും? പവിഴം പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ ഒരു റൗഡിയെ പോലെയോ അല്ലെങ്കിൽ ഒരു തെമ്മാടിയെ പോലെ ആണെങ്കിൽ ഇവൻ കൈ നിറയെ കാശുണ്ടാക്കും, വാടക കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ. നീയാണെങ്കിൽ ബൈബിളും ഖുറാനും കൊണ്ട് നടക്കുന്നു. ശരി, കുഴപ്പമില്ല മാമ. നമുക്ക് വേറെ ഒരു ഏരിയയിൽ പോയി നോക്കാം. വാ. അവിടെ പോയിട്ട് അവിടെ നാണം കടനാണോ? ഇങ്ങനെ സുന്ദരമായ മുഖം വെച്ചോണ്ടൊന്നും വീട് നോക്കാൻ പോയാൽ നടക്കില്ല. അതിന് ഒരു വഴിയുണ്ട്. ആ എന്താ വേണ്ടേ? വെളിയിൽ ടൂലറ്റ് ബോർഡ് കണ്ടായിരുന്നു. അതാ വീട് വാടകയ്ക്ക്. ഇതെന്റെ ചേട്ടന്റെ മോനാ, ടെററിസ്റ്റ്. ഇങ്ങോട്ട് നോക്കടാ, ബോംബ് പുറയിലുണ്ട്. അകത്തേക്ക് വാ.
അകത്തോ? ഈ ഗെറ്റപ്പിന്റെ പവർ കണ്ടില്ലടാ. ഇതുവരെ ആരെങ്കിലും അകത്തേക്ക് ക്ഷണിച്ചായിരുന്നോ? ലക്ഷ്മ മോളെ നീ എവിടെയാ ഉള്ളേ? ക്യാഷ് ബാഗ് നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല അച്ഛാ. എന്തുപറ്റി? അത് ആ വില്ലേജിലുള്ള ശേഖരനെ ദുബായിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ് പറ്റിച്ചൊരു 5 ലക്ഷം രൂപ ബാഗിലേക്ക് മാറ്റി വെച്ചിരുന്നു. അതിപ്പോ നോക്കിയപ്പോ ഫോറിനീന്ന് പൈസ കൊടുക്കാവുന്നതാണോ? ഗെറ്റപ്പൊക്കെ വെച്ച് നോക്കുമ്പോ അഫ്ഗാനിസ്ഥാനിലോട്ട് പറഞ്ഞു വിട്ടാലോ എന്ന് ആലോചിക്കുക. ആരാ മോളെ ഇവരൊക്കെ? അവർ വീട് നോക്കാൻ വേണ്ടി വന്നതാ അച്ഛാ. പറയുന്നത് കേക്ക്. ഗൗരവത്തോടെ ഇരിക്കേ. ഗെറ്റപ്പ് മുഖം തമ്മിൽ മാച്ചാവണ്ടേ? ആണുങ്ങളോട് ടെററിനെ പോലെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണോ? അയ്യോ, ഇതിന്റെ ചേട്ടന്റെ മോനാ വാസുദേവൻ. ഓഹോ, അപ്പൊ സിംഗിൾസ് തന്നെ. ആ, വീട് നിങ്ങൾക്കാണോ അതോ ഇവർക്കാണോ? ഇവന് വേണ്ടിയാ സാറേ. സാർ എങ്ങനെയാ? പുകവലി, മദ്യം, പെണ്ണുപിടി, മരുന്നടി എല്ലാ ശീലമുണ്ട്. അതുകൂടാതെ പിടിച്ചുപറിയും മാല പൊട്ടിക്കലും എല്ലാം ഉണ്ട്. എല്ലാ കലയിലും മിടുക്കലാ സാറേ. ഇപ്പൊ സാറിന് മാസവാടക തരണമെങ്കിലേ അടിച്ചു മാറ്റി മൊത്തത്തോട് കൊണ്ടുവന്ന് സാറേ. ചേക്കന്റെ ജോലി എന്താണെന്നാ ചോദിച്ചത്? സാറിന് മോളെ ലൈൻ അടിച്ചോണ്ടിരിക്കാ സാറേ. നിന്റെ കാര്യമാണ് പറഞ്ഞത്. എവിടെയാ ജോലി ചെയ്യുന്നു എന്നാ ചോദിച്ചേ? ഓ, അതാണോ ചോദിച്ചേ? ജോലി ഇപ്പോ അത് വീടൊക്കെ കൊള്ളയടിച്ച് ഇപ്പോ അത് അബൂബക്കർ ഏജൻസിലാണ് ജോലി ചെയ്യുന്നത് സാറേ. സാറിനറിയാവോ? ശരി, അവിടെ എന്താ ചെയ്യുന്നേ? അവിടെ ആളുകളെ കയറ്റുമതി ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്നത് ഇവനാ സാറേ. മിടുക്കനല്ലേ? ശമ്പളം എത്ര ഉണ്ടാവും? അത് 65,000 സാർ. അത്രയൊന്നും കൊടുക്കില്ലല്ലോ. അല്ല, അവര് കൊടുക്കുന്നുണ്ട് സാറേ. അവർക്ക് ഞാനല്ലേ കൊടുക്കണ്ടേ? അതെങ്ങനെ? കാരണം അബൂബക്കർ കമ്പനിയുടെ ഓണറെ ഞാൻ തന്നെ. അപ്പൊ ഈ താടി ബാഗ് നോക്കി ഷേവ് ചെയ്യണം കേട്ടോ. അയ്യോ, പണി പാളി. കണ്ടോ മോളെ, നമ്മളടുത്തേ കളിക്കവര്. നിങ്ങളെ രണ്ടുപേരെയും കണ്ട ഉടനെ വീട് കൊടുക്കണ്ടെന്നാ വിചാരിച്ചത്? അയ്യോ സാർ, ഇല്ല നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വീട് നിങ്ങൾക്ക് തന്നെ തരാന്ന് വിചാരിക്കുന്നത്. ശരി സാർ. ഏട് കുട്ടിയെന്ന കാര്യങ്ങളൊക്കെ നന്ദി സാർ, നന്ദി സാർ. ഫോറിൻ പോണോന്നാ? താങ്ക് യു സാർ. Let's celebrate a wow. Hey bro, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ കാർ യൂസ് ചെയ്യുന്നത്? Raghu, you mean this car? Yes. This is my sentiment, man. I kill 99 people using this car. അടിപൊളി. Lucky fellow. You are the 100th one. Congrats. സാർ, കസ്റ്റമേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. No. എന്റെ ഫ്രണ്ട് ക്ലിങ്ക് വന്നതിന് ശേഷമേ സെർവ് ചെയ്ത് തുടങ്ങാവൂ. അവരെപ്പോഴാ വരുന്നേ? He comes when I sing. Then sing a song, sir. Time is precious, അല്ലേ? Okay. What, Kling? Why are you so happy? നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഒരു കപ്പൽ മോഷണമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിക്ക് അതിലാണ് ഇൻട്രസ്റ്റും. Kapal Karatao is my future plan. I know, Kling, but what's new now? ബിനു ഉണ്ടായിരുന്നവരെ എന്റെ അപ്പൻ സ്പാരോനെ അവൻ കടത്താൻ വിട്ടില്ല. എന്റെ അപ്പൻ ഉണ്ടായിരുന്നവരെ എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ഇപ്പൊ ബിനു ഇല്ല, എന്റെ അപ്പനും ഇല്ല. എന്റെ കപ്പൽ ഇതാ നേരെ കരയിലോട്ട് വരുന്നുണ്ട്. ഞാൻ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പോവാ ഗോവർദാ. എന്താടാ മോഹം മാറിയ? Going to rain. You just gonna cry. You just gonna cry, my friend. You are gonna cry. നിന്റെ കപ്പൽ കത്തിച്ചു. ടൈറ്റാനിക് കപ്പൽ പോലെ നിന്റെ കപ്പലും ചരക്കോട് കൂടി കടലിൽ താങ്ങുവാണ്.
What happened, man? കപ്പല് മുങ്ങിടാ. That's great. We should celebrate. Come join me. നോടാ, ഞാൻ പോകുവാ. You wanna join me or die? My fate.